ഹലോ, ഹെയർ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 3 പാളയം ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത് വെക്കണം. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. 4 ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ചേർത്തിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കി വെക്കണം. ഇതിപ്പോൾ ഞാൻ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് ശർക്കര മെൽറ്റ് ചെയ്യിച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുത്ത് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് നാളികേരക്കൊത്താണ്. അപ്പോൾ ഒരു നാളികേരത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് ഇടണം. നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കരിഞ്ഞു പോവരുത്. ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഏലക്കായ പൊടിയാണ്. ഇവിടെ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ നമുക്ക് വേഗത്തിൽ പൊടിഞ്ഞ് കിട്ടും. ഇനിയിപ്പോൾ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മളെല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ബൗളിലേക്ക് ഞാൻ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ അപ്പപ്പൊടി തന്നെയാണ്. പിന്നെ ഞാൻ ചേർക്കുന്നത് മൈദയാണ്. അപ്പോൾ 2 കപ്പ് മൈദ, 2 കപ്പ് അരിപ്പൊടി. ഇനി നമുക്ക് റവയാണ്. 1.25 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഴം ചേർത്ത് കൊടുത്തു. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. 3 എണ്ണമാണ് കേട്ടോ നമ്മൾ അടിച്ചു വെച്ചത്. അപ്പോൾ 3 എണ്ണം ഒരുമിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്താണ് ചേർക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉപ്പ് എല്ലാവിടത്തേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് എല്ലാവരും മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 3/4 ഭാഗത്തോളം ശർക്കരപ്പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പോരാണ്ട് വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാകത്തിൽ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം. ഇതാണ് പാകം. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസമാണ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി അതല്ല, കാലത്ത് റെഡിയാക്കിയിട്ട് വൈകിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. കുറച്ച് നേരം മാവ് ഇരിക്കണം. അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെക്കുകയാണ്. ഇതിപ്പോൾ പിറ്റേ ദിവസം കാലത്താണ്. ഇതിപ്പോൾ മാവ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എല്ലാവരും ഇളക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ മാത്രം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 3/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെവട്ടെ. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. 2 സൈഡും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടൊരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, വളരെ ടേസ്റ്റിയുമാണ്, അതേപോലെ തന്നെ സോഫ്റ്റാണ്. നമുക്ക് കറക്റ്റായിട്ട് പൊട്ടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.